കൂട്ടുകാരെ, രാവിലെ തന്നെ ഈ ചൂലൊക്കെ ആയിട്ട് ഞാൻ കിളിക്കൂട് ഒന്ന് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഓരോരുത്തർ ചോദിച്ചു, ചേച്ചി ഈ ഡോർ ഇങ്ങനെ തുറക്കുന്നുള്ള കിളികൾ പുറത്തേക്ക് പറക്കുകയില്ലെന്ന്. ഈ ഒരു ഡോർ തുറന്നിട്ട് ഞാനിവിടെ കയറിയിട്ടാണ് അടുത്തൊരു ഡോർ തുറക്കുന്നത്, അതുകൊണ്ട് കിളികൾ പുറത്തേക്ക് പറക്കുകയില്ല. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്പീഡ് ഉലർത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേരാണ് കോക്കറ്റെയിൽ കേട്ടോ. ഓറിയോ നന്നായിട്ട് സംസാരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ വേറെ കുറേ കിളികൾ മുട്ടയൊക്കെ ഇട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഭയങ്കര വഴക്കാണ്. അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ പിടിച്ച് അടച്ചിട്ടേക്കുവാണ്, ജയിലിലിട്ടേക്കുക. അതിൻ്റെ പ്രതിഷേധമാണ്, നമ്മളെ കാണുമ്പോഴത്തേക്ക് ഇറങ്ങിപ്പോകാനുള്ള പ്രതിഷേധമാണ്. ഇയാൾ ഒരു 10 വർഷത്തിൽ കൂടുതലായി നമ്മുടെ കൂടെ വന്നിട്ട് പാവം, ആരുമായിട്ട് ഒരു ശല്യമില്ല, അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബ്രീഡിംഗ് ബോക്സ്. ഇതിലാണ് കിളികൾ മുട്ടയിടുന്നത്. ഇങ്ങനെ ഡോറുണ്ട്, പിന്നെ കിളികൾക്ക് പോകാൻ വേണ്ടി ചെറിയൊരു ഡോറും ഉണ്ട്, ഒരു ഹോളുണ്ട്. അപ്പോൾ ഇതിലൂടെ കയറി കുറച്ച് തേനീച്ചകൾ വന്നിട്ട് എനിക്ക് നല്ലൊരു പണി തന്നു. എനിക്ക് തോന്നുന്നത് എനിക്ക് 8ൻ്റെ ഒരു പണിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ ഇതിനകത്ത് തേനീച്ച വളർത്തുന്ന കുറേ വിദഗ്ധരൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വിദഗ്ധരുടെ കുറച്ച് അഭിപ്രായങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇതെനിക്ക് നല്ലതാണോ മോശമാണോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിനെ എന്തെങ്കിലും ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ തേനീച്ച കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കിളിക്കൂടിൽ നമ്മൾ തേനയൊക്കെ പാറ്റിട്ട് ഇവിടെ തന്നെ ഇട്ടിരിക്കും. എന്നിട്ട് ഞാൻ ആഴ്ച ഒരു ദിവസമാണിത് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഡയമണ്ടോ കേട്ടോ. ഇവരും മുട്ടയിട്ട് ഇതിനകത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ കിളിക്കൂടായത് കാരണം എല്ലാവരും അവരവരുടെ സൗകര്യത്തിന് അവിടെ എവിടെയൊക്കെ കയറി മുട്ടയിടും. വലിയ വഴക്കുണ്ടാക്കുന്നവരെ മാത്രം നമ്മൾ പിടിച്ച് മാറ്റിയിടുകയാണ് പതിവ് കേട്ടോ. അപ്പോൾ ഈ ബ്രീഡിംഗ് ബോക്സിനകത്ത് ഇതിൻ്റെ മുകൾ ഭാഗം മുഴുവൻ കോറൽ വൈൻ പൂത്ത് കിടക്കുകയാണ്. അപ്പോൾ കുറേ നാളൊരു ഭയങ്കര തേനീച്ച ഉണ്ടായിരുന്നു. അത് കയറി ഇങ്ങനൊരു പണി തരുമെന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. നോക്കിക്കേ, അടയൊക്കെ വെച്ച് സെറ്റായിട്ടൊക്കെ ഞാൻ അതിനകത്തൂടെ ഡോർ തുറന്ന് അതിനകത്തൂടെ ക്യാമറ ഇട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത്. അന്നേരം ശല്യമൊന്നും ഇല്ലായിരുന്നു. ഇനി എന്തായി തീരുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ലൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അറിയുന്നവർ പ്ലീസ് ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തിനയൊക്കെ നമ്മൾ പാറ്റുന്നതൊന്നും വെറുതെ കളയാറില്ല. നമ്മൾ നല്ലൊരു എന്താണ് ഈ കിളികളുടെ കാഷ്ടവും പിന്നെന്താണ് ഉമിയും, തിനയുടെ ഉമിയല്ലേ, ഉമിയും മണ്ണും എല്ലാം കൂടി ചേരുന്നതായിട്ട് നല്ലൊരു പോട്ടിംഗ് മിക്സാണ്. അപ്പം നമ്മളിത് സാധാരണ കൊണ്ടുപോയിട്ട് നമ്മളുടെ ചെടികൾക്ക് വാരിയിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു ഫ്രീ പ്ലാന്റിൻ്റെ വീഡിയോ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ വന്നിട്ട് എല്ലാവരും താഴെ ചേച്ചി വേണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ മുഴുവൻ പേർ കൂടെ കൊടുക്കാനോ എനിക്ക് പറ്റുകയില്ല. കാരണം വെച്ചാൽ ഞാൻ തന്നെയാണ് ഇത് പാക്ക് ചെയ്ത് അയക്കുന്നത്. എല്ലാം എനിക്ക് വേറെ ജോലിക്കാരോ ആരുമില്ല. അപ്പോൾ ഇപ്പോൾ പയ്യന്മാരും അവന്മാർക്കും സഹായികളങ്ങ് സ്കൂളിൽ പോകും. പിന്നെ ഞാൻ തനിയെ വേണം ഇതെല്ലാം ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇത് എനിക്ക് വലിയ ഗാർഡനും അല്ലാത്തത് കൊണ്ട് ചെറിയൊരു പരിധിയുണ്ട്, നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സുകൾക്ക് പരിധിയുണ്ട്. അപ്പം നമ്മളിത് പ്രൂൺ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നതും കൊടുക്കുന്നതും. അപ്പോൾ അടുത്ത ആഴ്ച ഞാൻ ഒരു ചെറിയൊരു സെയിൽ പോസ്റ്റും ഒരു ചെറിയ ബാക്കിയുള്ള പ്ലാന്റ്സുകളുടെ ഫ്രീ പ്ലാന്റും ഒക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് എല്ലാവർക്കും ആദ്യം കമൻറ്റ് ഇടാനൊക്കെ പറ്റുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.